നോക്കിക്കോളൂ. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. 23,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വൻ വിജയം. നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡിയോട് പറഞ്ഞടാ. ഈ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ പോയത്, കാറിൽ പോയത്, എങ്ങനെയാണ് അവരെ പിക്കപ്പ് ചെയ്തത്, എവിടെയാണ് കൊണ്ടുപോയത്, എന്താ നടന്നത്, എല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നേരെ എൻ്റെ ഹസ്ബൻഡ് നേരെ മിനിസ്റ്റർ എന്ന് പറയുന്ന ആള് അയാളുടെ കാലിലോട്ട് വീണു. എന്നെ അനുഗ്രഹിക്കണം. അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നിനക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുണ്ട്, മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കണം ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എന്റെ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ്. ഞാൻ എന്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ്, ഭർത്താവാണ്, മക്കളുടെ സത്യസന്ധനായ അച്ഛനാണ്. ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാം എനിക്ക് എന്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ.